ഞാൻ പോവില്ല കേട്ടോ. ഇവിടെ വരെ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോവില്ല. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ നമ്മളെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ബിഗ് ബോസിനകത്ത് തീപാറുന്ന പോരാട്ടം തന്നെ ആദ്യം തന്നെ കാഴ്ച വെച്ചിരിക്കുന്നതാണ്. ബിഗ് ബോസ് അടിച്ച് കയറി വരാൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ. കാരണം അതിനകത്ത് കൂടുതലും പെമ്പിള്ളേരാണ്. അപ്പോൾ പെമ്പിള്ളേരെ കാര്യം പോയി അങ്ങനെയൊക്കെ വിചാരിക്കാം. അപ്പം കൂടുതലും കോൺടസ്റ്റുകളിൽ കൂടുതലും പെമ്പിള്ളേരാണ് അതിനകത്ത് കൂടുതലും. അപ്പോൾ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിലുള്ളൊരു ഇമ്പ്രഷൻ ഉണ്ടായിരിക്കുകയാണ് ഗൈസ്. തുടക്കത്തിൽ തന്നെ കുറച്ച് കുത്തിത്തിരിപ്പ് അടിയും ബഹളമൊക്കെ ഉണ്ടായിരിക്കുകയാണ് ബിഗ് ബോസിൽ. പിന്നെ അത് മാത്രമല്ല, ജഡ്ജസ് ആയിട്ടിരുന്ന മൂന്ന് മുണ്ണകൾ മുണ്ണെന്ന് തന്നെ പറയാം. ഇവരാണെങ്കിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കുത്തും വഴക്കും. ഇവർ തമ്മിൽ കത്തിക്കുന്ന പരിപാടി. തുടക്കം തന്നെ തണുപ്പായിട്ടൊന്നുമല്ല, ശോകമൊന്നുമല്ല, നല്ല രീതിയിൽ നല്ലൊരു ഹൈപ്പ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ബിഗ് ബോസ് ആണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാവരെയും അഭിപ്രായം കേട്ടിട്ടും അതിനകത്ത് വന്ന് കോൺടസ്റ്റ് സാധാരണക്കാരെന്ന് പറഞ്ഞിട്ട് ആരും തുടങ്ങി. സാധാരണക്കാരെന്നല്ല, ഇത് നല്ല അടിപൊളി, ഈ പറയാനായിട്ട് നല്ല കിടലിതൊക്കെ തന്നെ. പക്ഷേ അതിനകത്ത് ആദ്യത്തെ തന്നെ ഒരു ടാസ്കിൽ തന്നെ നല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രശ്നങ്ങളെന്ന് പറയുമ്പോഴത്തേന് ഒരു കുത്തിത്തിരിപ്പും കുതുകാല വെട്ടലും ഒക്കെ ആദ്യമേ തന്നെ ബിഗ് ബോസിൽ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. പറഞ്ഞു വരുന്നത്, നമ്മൾ അതിനകത്ത് കോൺടസ്റ്റൻ്റ് ആയിട്ടുള്ള പൂജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കീ ഒരു പയ്യൻ എടുത്തുകൊണ്ട് പോയിട്ട് അവനത് തുറക്കാൻ നോക്കി. പക്ഷേ ഇവൻ്റെ കയ്യിലാണെങ്കിൽ ക്ലൂ ഇല്ല, ഒന്നുമില്ല. ഈ പെൺകൊച്ചിൻ്റെ കയ്യിലാണെങ്കിൽ ക്ലൂ ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ കൊച്ചിന് തുറക്കാൻ അറിയില്ല. അപ്പോൾ ഈ പൂജയുടെ കയ്യിൽ നിന്നും സ്വാഭാവികമായിട്ടും ഈ പയ്യനാണെങ്കിൽ ഈ താക്കോല് മേടിച്ചുകൊണ്ട് പോയിട്ട് അത് തുറക്കാൻ നോക്കുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അത് നടന്നില്ല. അപ്പം ആങ്കർ കാണുന്നു. ആങ്കർ കണ്ടതിന് ശേഷം അവിടെ കുറച്ച് ക്ലാഷ് ഉണ്ടാകുന്നു. ആങ്കർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലൂ ഉണ്ടോ, ബാക്കിയുള്ള കാര്യങ്ങളുണ്ടോ. അപ്പോൾ പൂജ എടുത്ത് ചോദിച്ചപ്പോൾ പൂജ പറയുന്നു, എൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം മേടിച്ചുകൊണ്ട് പോയതാണ്, മര്യാദയ്ക്ക് എനിക്ക് തരണം, ഇല്ലെങ്കിൽ ഞാൻ കീറും. അതാ അടിച്ച് കീറും എന്നുള്ള രീതിയിൽ തന്നെ പൂജയും അടിച്ച് കയറി നിൽക്കുകയാണ് അതിനകത്ത്. അപ്പം ഞാൻ നോക്കിയിട്ട് ഇത് മോനെ, ഈ ഒരു എപ്പിസോഡ് മിക്കവാറും അടിച്ച് കലക്കാനുള്ള ഒരു ഇതൊക്കെ ഒരു ചെറിയൊരു പടക്കക്കടയ്ക്ക് തീ കൊടുത്തൊരു അവസ്ഥ തന്നെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം പെമ്പിള്ളേർ നല്ലോണം ഉണ്ട് അതിനകത്ത്. നല്ല രീതിയിൽ പെമ്പിള്ളേരുണ്ട്. അപ്പം അതിനകത്ത് തന്നെ ആദ്യമേ തന്നെ ഞാൻ വീണ്ടും അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല കൈസ്. അതിനകത്ത് കുത്തിത്തിരിപ്പും ബഹളം തന്നെ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു എപ്പിസോഡിലുണ്ട്. ഇപ്പോൾ എപ്പിസോഡ് കറക്റ്റായിട്ടത് വരുമ്പോഴത്തേന് നിങ്ങൾ കയറി കണ്ടാൽ മതി. പിന്നെന്ന് വെച്ചാൽ രഞ്ജിനി, ഹരിദാസ്, റിയാസ്, പിന്നെ നമ്മളെ MLA അഖിൽമാരാർ, ഇവർ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കുത്തുന്നത്. അതിനകത്ത് കുറച്ച് ടാസ്ക് ഒക്കെ ഉണ്ട്. വീഡിയോസ് നിങ്ങളതിൻ്റെ എപ്പിസോഡ് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് കുറച്ച് ടാസ്ക് ഉണ്ട്. ആ ഒരു ടാസ്കിനകത്ത് തന്നെ ഇവർ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കുത്തുമായിരുന്നു. ഇപ്പം 3 പേർക്ക് 3 ടീമായിട്ട് എടുക്കണം. അപ്പോൾ അവർ വരുന്ന കോൺടസ്റ്റിനെ അവരിങ്ങനെ എടുക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് റിയാസിനാണെങ്കിൽ റിയാസിനെ സെലക്ട് ചെയ്തെടുക്കാം, അഖിൽമാരാറിനാണെങ്കിൽ അഖിൽമാരാറിനെ സെലക്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ രഞ്ജിനി ഹരിദാസിനാണെങ്കിൽ രഞ്ജിനി ഹരിദാസിനെ സെലക്ട് ചെയ്തെടുക്കാം. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ബിഗ് ബോസിൻ്റെ വലിയൊരു ട്രിക്കാണെന്ന് തോന്നുന്നു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റ് എന്നുള്ള രീതിയിൽ, മീൻസ് അവർ തമ്മിലാണ് ഇപ്പം ബിഗ് ബോസിനകത്തുള്ള കോമ്പറ്റീഷൻ നടക്കുന്നുള്ള രീതിയിൽ അതിനകത്ത് കുറച്ച് ഇത് അവർ കാണിക്കുന്നുണ്ട്. വീഡിയോസൊക്കെ കഴിഞ്ഞ് വരത്തേ ഉള്ളൂ. അന്നേരം നിങ്ങളത് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു അടിച്ച് കയറുക എന്നുള്ള രീതിയിലൊരു കിട്ടും. അപ്പം ഈ പ്രാവശ്യം ബിഗ് ബോസ് നമ്മൾ അടിച്ച് പൊളിക്കുന്നതായിരിക്കും ഗായ്സ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് നല്ല ആൾക്കാരാണ്. നല്ല ഈ പറയുന്ന കണക്ക് നല്ല ഒരു ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ളത്. എന്ന് വെച്ചാൽ വേണം അതെനിക്ക് വേണം, തന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന കുറേ ആൾക്കാരാണ് അതിനകത്ത് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഫെയിമായിട്ടുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല. ആകെ ഒരു 20 പേരെയൊക്കെ അതിനകത്ത് ആയിരുന്നു. ബാക്കിയുള്ളവരെയൊക്കെ അങ്ങനത്തുള്ള രീതിയിലൊക്കെ കിക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കുറേ പേര് ഔട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഈ ടാസ്ക് ഇത്തിരി നല്ല രീതിയിലുള്ള ടാസ്ക് തന്നെയാണെന്ന് പറയാൻ വേറൊന്നും പറയാനില്ല. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇവർ തമ്മിൽ ഈ ബിഗ് ബോസ് കുത്തുന്നുണ്ട്. ഈ MLA സ്ഥാനം പോയതിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അഖിൽമാരാർക്കെതിരെ നമ്മളെ രഞ്ജിനി ഹരിദാസ്
പിന്നെ റിയാസ് കരീമിൻ്റെ റിയാസ് കരീം എന്നല്ല പേര്, റിയാസ് എന്തുവാ ചുമ്മാ ഒരു ഭയങ്കര സ്റ്റുപ്പിഡ് നോൺസെൻസ് വെറും ഒരു ഇതാണ് പറയുന്നത്. എന്തുവാണോ പറയുന്നത്, ആ ഒരു ടാസ്ക് നടന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഇവനെന്തുവാടാ ഒരുമാതിരി തൊലിഞ്ഞ വർത്താനം കൊണ്ട് അതിനകത്ത് വന്നേക്കുന്നത്. എടാ അതിനകത്താണെങ്കിൽ ഈ പൂജ എന്ന് പറയുന്ന പെണ്ണ് സെലക്റ്റായി, ഓക്കെ, പക്ഷെ ആ സെലക്ട് ആയപ്പോഴത്തേന് അതിനെ ഇത് ചെയ്തേ ഒരു സംഭവം ചെയ്തെന്ന് വെച്ചാൽ എന്തുവാ, ആണുങ്ങളെ കയ്യിൽ നിന്നും ഇതെന്തോ ആണുങ്ങൾ പിടിച്ച് ഞെക്കി എന്നൊക്കെ അങ്ങനെയൊക്കെ പറയത്തില്ലേ, ആണുങ്ങളെ നിന്നും നിനക്ക് എന്തുവാ ഒരുമാതിരി ഇല്ലേ അതിജീവതയെ പോലെ ഇവൻ പറയുന്നത്. ഏതാണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച കണക്കാണ് ഇവ ഇരുന്ന് കൊണയടിച്ചിരുന്ന് പറഞ്ഞറിയാം. അതേ കണക്ക് കൊണയടിച്ചിരുന്നാണ് ഇവൻ അതിനകത്തിരുന്ന് ആ പെണ്ണിൻ്റെ അടുത്ത് ഇതാക്കി വരുന്നത്. ആ പെണ്ണ് പിന്നെ ആ പൂജ എന്ന് പറയുന്ന പെണ്ണ് പിന്നെ ഭയങ്കര ഹൈപ്പിൽ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ഇവൻ്റെ സ്റ്റുപ്പിഡ് വർത്താനം, നോൺസെൻസ്, അങ്ങനെയൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല. അതിനകത്ത് അങ്ങനെ ഒരു ടാസ്ക് ആകുമ്പോഴത്തേന് അതിൻ്റെ രീതിയിൽ കാണും. പിന്നെ എല്ലാവർക്കും ഒരു ആവേശം അടിച്ച് കയറി വാ എന്നുള്ള രീതിയിൽ. അപ്പം ബിഗ് ബോസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 8 തീവാറുന്ന പോരാട്ടമായിട്ട് ചുണക്കുട്ടികളായിട്ടുള്ള 40 പേരൊന്നും ഇല്ലെന്ന് കാണത്തുള്ളൂ. എല്ലാവരും തന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ തട്ടിവെട്ടി കളയും, അത് വേറെ. അപ്പം ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മളെ ജഡ്ജസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ, അവരെയൊക്കെ ഇൻട്രോയൊക്കെ ഒന്ന് കാണണം. ഓരോരുത്തർക്കും ഓരോ പേരാണ് കൊടുത്തിരിക്കുന്നത്, ഓരോരുത്തർക്കും ഓരോ വിധത്തിൽ ഗിന്നസ് റെക്കോർഡിൽ പേര് കിട്ടി കണക്കാ പരിപാടി. അപ്പോൾ ഗിന്നസ് റെക്കോർഡിനകത്ത് ഓരോരോ പേര് കൊടുത്തതില്ലേ, പിന്നെ ആ പേരിൽ അവർ അറിയപ്പെടുത്തോളൂ. ഫിയർലെസ് രഞ്ജിനി ഹരിദാസ്, അങ്ങനത്തെ രീതിയിലൊക്കെ ഓരോരുത്തർക്ക് ടഫ് അഖിൽ, അങ്ങനത്തുള്ള ഈ ഒരു പേരൊക്കെയാണ് കൊടുത്തത്. അഖിൽമാരാർക്ക് അത് കൊടുത്തിരിക്കുന്നത്. മറ്റവൻ്റെ പേരെന്തോ ഗെയിം ചേഞ്ചറോ, അവൻ ഗെയിം ചേഞ്ചറൊന്നുമല്ല, അവൻ തലയ്ക്ക് വെളിയില്ലാത്ത ഒരു ചുമ്മാ ഒരു കാര്യമില്ല. അവൻ പറയുന്നത് അതിനകത്ത് നോൺസെൻസ് ആണ്. എന്തുവാണ് പുരുഷൻ്റെ കരങ്ങളിൽ നിന്നും ശതമേറ്റ് വന്ന എൻ്റെ പ്രിയ കോൺടസ്റ്റ് ആയിട്ടുള്ള പൂജ എന്നുള്ള രീതിയിൽ പുരുഷ കരയിൽ അവർ പിടിച്ച് ഞെക്കിയാടായി, അവർ പിടിച്ച് ഞെക്കിയ വല്ലതും ചെയ്ത ഇത്രയും ക്യാമറയ്ക്ക് മുന്നിൽ അത് ഞെക്കിയ ഇല്ലല്ലോ. നീ അങ്ങനത്തുള്ള വർത്താനം, ഈ റിയാസ് എന്ന് പറയുന്നത് അങ്ങനത്തുള്ള വർത്താനമാണ് അതിനകത്തിരുന്ന് പറയുന്നത്. ഒരു ലോജിക്കില്ല. വേറെ ഫെമിനിസ്റ്റാണോ എന്ത് വാങ്ങാത്തില്ലേ, എന്ത് വാങ്ങ ആയിക്കോട്ടെ, കണ്ട കാര്യം ചെയ്ത കാര്യം എന്നുള്ള രീതിയിൽ പറയാം. ഗെയിമിൻ്റെ രീതിയിൽ എടുക്കണം ഗായ്സ്, ഗെയിമായിട്ട് തന്നെ എടുക്കണം. അപ്പം ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് പൊളിക്കും എന്നാണ് തോന്നുന്നത്. അടിയും കൂട്ടടിയും നുണയും കൊതിയുമായിട്ടൊക്കെ നമ്മളെ ബിഗ് ബോസ് സീസൺ 8 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ നല്ലവരായ കഴിഞ്ഞ സീസണിലെ ആൾക്കാരായ അഖിൽമാരാരും രഞ്ജിനി ഹരിദാസും ഒക്കെ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിലേക്കാണ് നമ്മളെ ബിഗ് ബോസ് സീസൺ 8 പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്തായാലും എപ്പിസോഡൊന്ന് കണ്ടു നോക്ക്. എനിക്ക് തോന്നുന്നു നല്ലൊരു എനർജി കിട്ടാനുള്ള വകുപ്പൊക്കെ അതിനകത്തുണ്ട്, നല്ലൊരു പവർ. അടിച്ച് കയറി വാ ആ ഒരു രീതിയിലൊക്കെയാണ്. അപ്പോൾ നോക്കാം എന്തായാലും. ബിഗ് ബോസ് അല്ലേ, ഇനിയിപ്പോൾ ഇതൊന്നുമില്ല. ഈ ഒരു അഗ്നി പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വേറെ ഉണ്ട്, പാറ എടുത്ത് തലയെ കൂടെ ഇടുമായിരിക്കും ഇങ്ങനെ. ഇതിപ്പോൾ അഗ്നി പരീക്ഷയില്ലേ, അഗ്നി പരീക്ഷയിൽ കാല് കൊള്ളാതെ കയറിപ്പോയതിന് ശേഷം ലാലേട്ടൻ വേറെ സാധനം അവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്തുവാ, പാറ തല വീഴാതെ നോക്കണം. ഭയങ്കര ടാസ്കുകളൊക്കെയാണ്. അപ്പോൾ അമ്മാതിരി പരിപാടിയൊക്കെയാണ് ഇതിനകത്ത് ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് കയറി കണ്ട് ആസ്വദിച്ച് ഇതിനകത്ത് എന്തൊക്കെ നടക്കും, ലവന്മാരൊക്കെ എന്തിനു ചെയ്യുന്നെന്നോ, ലവന്മാരൊക്കെ എന്തിനു ചെയ്യുന്നെന്നോ, ഇനി ലവന്മാർ എങ്ങനെ കൊണ്ടുപോകുന്നെന്നോ, പിന്നെ ബിഗ് ബോസ് എങ്ങനെ ഇതിനകത്ത് ഇവരെയൊക്കെ എങ്ങനെ മേയിച്ചുകൊണ്ട് പോകും എന്നുള്ള രീതിയൊക്കെ നമുക്കത് കാണുമ്പം മനസ്സിലാവും. നിങ്ങളെന്തായാലും കാത്തിരുന്ന് കാണുക. ബിഗ് ബോസ് സീസൺ 8 കത്തിക്കയറുന്ന ഒരു പരിപാടി തന്നെ ആവാൻ നല്ല രീതിയിൽ നല്ല ചാൻസ് ഉണ്ട്. കാരണം തുടക്കത്തിൽ തന്നെ ഇമാതിരി ഒരു തീ കൊളുത്ത പരിപാടി അതിനകത്ത് കൊടുത്തിരിക്കുന്നെങ്കിൽ അതിനകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേന് വേറെ ലെവലായിരിക്കും. നിങ്ങളെന്തായാലും എപ്പിസോഡുകളൊന്നും മറക്കാതിരുന്ന് കാണുക. അപ്പോൾ മറക്കാതിരുന്ന് കാണുക, പൊളിക്കുക, അടിക്കുക, ആഘോഷിക്കുക, സന്തോഷിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ. അതിനകത്ത് കുറേ പുതിയ കുറേ ടാസ്കുകളും കുറേ കാര്യങ്ങളും, പിന്നെ അതിനകത്ത്
ഈ എന്തുവാ പറയുന്നത്, ഓരോരുത്തർക്ക് ഔട്ടായി പോകുന്നവരെ കുറേ, അല്ലെങ്കിൽ ഈ എടുക്കാനായിട്ട് മാറ്റി നിർത്തില്ലേ. ഇപ്പം കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പിന്നെ തുടക്കം തന്നെ കുറേ കാര്യങ്ങൾ, കുറേ നല്ല രീതിയിലുള്ള ടാസ്ക്കൊക്കെ, നമ്മൾ ചിന്തിക്കാത്ത കുറച്ച് ടാസ്ക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന അറിയത്തില്ല. ഇതൊക്കെ എവിടെന്നെങ്കിലും ഹോളിവുഡിൽ നിന്ന് കടിച്ചു മാറ്റുന്നതായിരിക്കും, അല്ലാതെ വേറെ കുഴപ്പമില്ലല്ലോ. അങ്ങനത്തുള്ള കുറച്ച് ടാസ്കുകളും കുറേ നല്ല രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ, നല്ല ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ തുടക്കം തന്നെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ആവറേജ് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും ആ ഒരു മനസ്സുഖം നമുക്ക് കിട്ടണം. നമുക്ക് നല്ല രീതിയിൽ തോന്നണം, നല്ല വിദ്വേഷവും വൈരാഗ്യവും ദേഷ്യമൊക്കെ തോന്നും. പക്ഷേ ഇവരൊന്നും അത്രയ്ക്ക് വലിയ ഫെയിം അല്ലാത്ത ആൾക്കാരായിട്ട് നമ്മൾ അങ്ങനെ ഇതാക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? ഫെയിമുള്ള ആൾക്കാരാണെങ്കിൽ ഒറ്റയടിക്ക് ഇവരെ ചവിട്ടി താഴ്ത്തിയ, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഇവനൊക്കെ എങ്ങനെയായിരുന്നു, ഇവനൊക്കെ നല്ല കാര്യം ചെയ്തുകൊണ്ടാണെന്നോ, പിന്നെ എന്തൊരു തൊട്ടിത്തരം കാണിച്ചുകൊണ്ടാണ് ഇതിൽ കയറിയപ്പോൾ വെറും തൊട്ടിയാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ. അപ്പം അങ്ങനത്തുള്ള ആൾക്കാർ കുറവാണ്. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് നല്ല അറിയാവുന്ന ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനത്തുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അതൊന്നും അല്ല, നല്ല രീതിയിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം, കുഴപ്പമില്ല. അപ്പോൾ പൂജയുടെ കാര്യം, പൂജ ഒരു രക്ഷയില്ല. പൂജ തന്നെ ആദ്യമേ ഈ ഒരു പരിപാടി പൊളിച്ച് കയറിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ടാസ്ക് കണ്ടന്റ് നല്ല രീതിയിൽ കാഴ്ച വെച്ചിട്ടുണ്ട്. ആ ഒരു ടാസ്ക് തന്നെ ഒരു കുത്തിരിപ്പ്, കൂട്ടത്തിൽ നിന്ന് കുത്തുന്ന എന്നുള്ള രീതിയിൽ, മനസ്സിലായേ? ആ രീതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക, ലൈക്ക് അടിക്കുകയോ, ലൈക്ക് ചെയ്തായിരിക്കുമോ. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.